പെട്ടെന്ന് വാടാ. ആ എന്തു വരുക. നിങ്ങൾ രണ്ടും എന്താ കൈയും വീശി ഇറങ്ങി വരുന്നേ? നിങ്ങളുടെ ബാഗ് എവിടെ? അതിന് ഞങ്ങൾക്ക് എന്തുണ്ടമ്മേ, നിലയും വിലയില്ലാത്തവര്. ദിവസം ഓരോ ഡ്രസ്സ് എടുത്ത് അണിഞ്ഞത് കൊണ്ട് മാത്രം ഇല്ലാത്ത നിലയും വിലയൊന്നും ഉണ്ടാകില്ലല്ലോ. നിങ്ങളുടെ ഒന്നും നാവിന്ന് ഒരിക്കലും നല്ലത് വരില്ലെന്നുണ്ടോ? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നല്ല മനസ്സോടൊന്ന് വരാൻ നോക്ക്. ഉത്സവോത്സാഹത്തോടെ വേണം ആഘോഷിക്കാൻ. എടാ വിനയ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ? ആ എന്നാ കൊണ്ടുവയ്ക്കേ. എന്താ ഇന്ദുമ്മേ അങ്ങനെ നോക്കുന്നേ? നിങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ കാണുമ്പോ എന്റെ മനസ്സങ്ങ് നിറഞ്ഞുപോയി. എല്ലാ സന്തോഷങ്ങളും ഒന്നിച്ച് ഈ വീട്ടിൽ വന്നിരിക്കുക. നമുക്ക് പുറപ്പെട്ടാലോ ദേവാ? ശരി, ഇറങ്ങാമേ. വൈദേഹി, കാശ് എവിടെ ഇരിക്കുന്നേ? റൂമിൽ ഇരിക്കുന്നുണ്ട് ദേവേട്ടാ, ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, നീ ഇവിടെ വന്നു, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ക്ഷമിക്കണം ദേവേട്ടാ, ആ കാശ് അവിടെ ഉണ്ടാവില്ല. ദേവേട്ടനെ അറിയാതെ ഞാനൊരു ചെറിയ നാടകം കളിച്ചതാ. പാവം, ബാഗ് അവിടെ ഉണ്ടാവും, പക്ഷെ അതിലെ കാശ് ഉണ്ടാവില്ലെന്ന് ഇവർ അറിയുന്നില്ലല്ലോ. ദേവേട്ടൻ ഗ്രാമത്തിലേക്ക് പോയാ ഞാൻ കണ്ട സ്വപ്നം സത്യമാവും. കുഞ്ഞുവാവ എന്നോടത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ദേവേട്ടൻ കേൾക്കുന്നില്ല. അപ്പൊ ദേവേട്ടനെ തടയാൻ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. വൈദേഹി, വൈദേഹി, എന്തു പറ്റി ദേവേട്ടാ? ഇതിൽ നമ്മൾ വെച്ച കാശില്ലല്ലോ വൈദേഹി. കാശില്ലെന്നേ. അതെങ്ങനെ കാശ് പോയത്? നീ ശരിക്കും നോക്കിയായിരുന്നു? ഞാൻ നോക്കിയായിരുന്നു എന്തു. ഈ ബാഗിൽ തന്നെ നമ്മൾ കാശ് വെച്ചത്. പക്ഷെ ഇപ്പൊ കാശ് കാണുന്നില്ല, ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാശ് ആരെടുത്തതായിരിക്കും? വൈദേഹി, നീ വച്ച സ്ഥലത്ത് തന്നെയല്ലേ ദേവനെടുത്തേ? ഞാൻ എവിടെ വെച്ചെന്ന് ദേവേട്ടനെ അറിയാം. സത്യത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അത് അവിടെ കൊണ്ടുവച്ചത്. രാത്രി അവിടെ വെച്ച കാശ് നേരം വെളുത്തപ്പോ ഇല്ലാന്ന് പറയുമ്പോ രാത്രി ആരെങ്കിലും എടുത്തതായിരിക്കും. അതവിടെ നിന്ന് ആരെടുക്കാനാ? റൂമിൽ കാശിരുന്നോണ്ട് തന്നെ ഇന്നലെ വൈദേഹി കതകും ജനലും എല്ലാം നന്നായി അടച്ചിട്ടാ കിടന്നേ. അതുകൊണ്ട് പുറത്തുനിന്ന് ആരും അകത്ത് വരാൻ യാതൊരു സാധ്യതയില്ല. ഇത് ഈ വീടിനകത്തുള്ള ആരെങ്കിലും ചെയ്തതാവും. എന്തിനാണ് നീ ഞങ്ങളുടെ നേരെ നോക്കുന്നത്? ഇനി ഇതിന്റെ പേരിൽ ഞങ്ങളെയാണോടെ നീ സംശയിക്കുന്നത്? ഇത്തരത്തിലുള്ള വേണ്ടാദിനങ്ങളൊക്കെ ഈ കുടുംബത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും ചെയ്യില്ലല്ലോ സുഹാസിനി. എടാ, നീയാണോ എടുത്തത്? കാശുണ്ട് ഭാര്യയുടെ കൈ കൊടുത്തിട്ട് ഞങ്ങളോട് ചോദിച്ചാൽ എങ്ങനെയാ ദേവാ? അവളോട് തന്നെ ചോദിക്കേ. ദേവേട്ടൻ എന്തിനാ എന്നെ നോക്കുന്നേ? എനിക്കൊന്നും അറിയില്ല ദേവേട്ടാ. പക്ഷേ എന്റെ ഫോണിന് ചിലപ്പോ എല്ലാം അറിയായിരിക്കും. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ കാശെടുക്കാൻ ആരെങ്കിലും വരുമെന്ന് ഓർത്ത് എന്റെ ഫോൺ ഞാനിവിടെ വെച്ചിട്ടാ പോന്നത്. ഫോണിൽ എല്ലാം റെക്കോർഡായിട്ടുണ്ടാവും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാശ് ആരാ എടുത്തതെന്ന് ഫോൺ തന്നെ പറയും. നോക്കാം ദേവേട്ടാ, എന്റെ ഫോണിങ് തന്നെ. ഇതെന്താ, ഇവള് ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നോ? നമ്മൾ പെട്ടത് തന്നെ. പേടിക്കരുത് വരണേ. പേടിക്കപ്പെട്ടാലും ഇല്ലാന്ന് തറപ്പിച്ച് പറഞ്ഞേക്കണം. ഇത് നീയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പറയടാ,
കാശ് എവിടെയാ വെച്ചത്? വിട് ദേവ, എന്റെ മോനെ വിടുന്നുണ്ടോ? പറയടാ, എന്തിനാ കാശെടുത്തത്? എന്തൊരു മനുഷ്യരാ നിങ്ങള്. ശ്ശേ. പാവം കർഷകർക്ക് കൊടുക്കാൻ വെച്ചിരുന്നതാ, അത് മോഷ്ടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അപ്പൊ ദേവൻ നാട്ടിലേക്ക് പോകാതിരിക്കാൻ വരുണിന്റെ പ്ലാൻ ഇതായിരുന്നു. പക്ഷെ വൈദേഹി മിടുക്കിയാണല്ലോ. പറയടാ, പറയാൻ. പറയില്ല, നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്നോ അറിയണോ എനിക്ക് എന്ത് ചെയ്യുമെന്ന്? പറയണോ? പറയാ, മര്യാദയ്ക്ക് പറഞ്ഞോ, പറയണോ? അജയോ, അജയ വിട്, മര്യാദയ്ക്ക് അവനെ പറയാൻ, വിടാൻ. പറയാൻ, പറയണോ, പറയാൻ. ഏയ്, പറയാം. എടുത്തോണ്ട് വരുവോ? പറയ്. എടുത്തോണ്ട് വരാങ്കി പറയാം. കടക്കാര് പുറകെ കൂടിയപ്പോ കൊടുത്തുപോയി. ബാക്കിയുള്ളത് കുതിരപ്പന്തയം കളിച്ച് കളഞ്ഞു. ചോദിച്ചാൽ എന്തായാലും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് കിട്ടിയ കാശുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ തീർത്തു. വീട്ടിലിരുന്ന കാശ് മോഷ്ടിച്ചിട്ട് ആവശ്യങ്ങൾ തീർത്തു എന്ന് പറയുന്നോ? എന്തൊരു വൃത്തികെട്ട മനുഷ്യനാടാ നീ. നിന്നെ കൊന്നുകളഞ്ഞാലും തെറ്റില്ല. മതി, നിർത്തമ്മേ. കൊന്നുകളഞ്ഞാല് തെറ്റില്ലെന്ന് പറഞ്ഞ എന്റെ മോനെ കൊല്ലാനാണോ പ്ലാൻ? അത്ര വലിയ തെറ്റ് എന്താ അവൻ ചെയ്തേ? എന്ത് തെറ്റാ ചെയ്തെന്ന് ഇനിയും മനസ്സിലായില്ലേ? ആ കാശിന് വേണ്ടി അവിടെ 100 കണക്കിന് കർഷകരെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ വെച്ച കാശ ഇവ മോഷ്ടിച്ചോണ്ട് പോയത്. ചേച്ചി, മോഷ്ടിച്ചു മോഷ്ടിച്ചു ചുമ്മാതങ്ങ് പറയല്ലേ. ഈ ആസ്തിയിൽ അവനും ഭാഗമുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഏകദേശം 500 കോടിയെങ്കിലും അവന് കിട്ടാനുള്ളതാ. അതിന്ന് ഒരു 5 കോടി എടുത്തൊന്ന് കൂട്ടിയാ മതി. വേണമെങ്കിൽ അത് ഭാഗം വെക്കുമ്പോ അങ്ങ് എടുത്താ പോരെ. അതിനു പകരം എന്റെ കുഞ്ഞിനെ മോഷ്ടാവെന്ന് വിളിക്കുന്നത് ഇവിടെ നിർത്തിക്കോ. ആവശ്യത്തിന് വെച്ച കാശെടുത്തിട്ട് എന്ത് തോന്നിയാസേ ചെറിയമ്മീ പറയുന്നേ? ഇത് ഭാഗം വെക്കുമ്പോഴല്ലേ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത്. പാവം, ആ കർഷകർക്ക് കൊടുക്കാൻ വെച്ച കാശായിരുന്നു അത്. അറിഞ്ഞുകൊണ്ട് അതേ തൊടാൻ എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളിത് മനഃപൂർവ്വം ചെയ്താന്ന് എനിക്കറിയാം. ആ കാശ് ഇപ്പൊ എവിടെയുള്ളെന്ന് പറഞ്ഞു. കുതിരപ്പന്തയം കളിച്ചു കടം വീട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനിയിപ്പൊ ഞാനത് എവിടെ നിന്ന് കൊണ്ടുവരാനാ? ഇല്ല ദേവേട്ട, അവര് കള്ളം പറയുന്നതാ. ദേവേട്ടൻ ഗ്രാമത്തിലേക്ക് പോകുന്നതും കർഷകർക്ക് കാശു കൊടുത്ത് നല്ല പേര് സമ്പാദിക്കുന്നതും ഇഷ്ടമല്ലാത്തോണ്ടാ ഇവരതെടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. ദേവേട്ടൻ ഗ്രാമത്തിലേക്ക് പോവാതിരിക്കാൻ ഇതെല്ലാം ഇവര് കളിക്കുന്ന കളിയാണ്. ശരിയാണ് ദേവ, ഇന്നലെ രാത്രി എടുത്തോണ്ട് പോയ കാശ് അപ്പോഴേക്കും എങ്ങനെ ചെലവാക്കാനാ? അതെവിടെങ്കിലും ഒളിപ്പിച്ചതായിരിക്കും. രാജകുടുംബം എഴുന്നള്ളുന്നുണ്ട്. കഷ്ടപ്പാടെല്ലാം തീർന്നു എന്ന് കരുതി പാവം കർഷകരവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അവരുടെ ജീവിതത്തില് ആ പണം മോഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ മണ്ണിട്ടത് എന്തൊരു കഷ്ടം ഇതൊക്കെ. നിന്നെ പോലുള്ളവരെ തൂക്കിക്കൊല്ല വേണ്ട. അത് ശരി. നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്കും അതുപോലെ തന്നെ. ഇപ്പോ ഞങ്ങൾക്കറിയാം അത്യാഗ്രഹം മൂത്തിരിക്കുന്നത് കർഷകർക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ കാശ് കൊണ്ട് കൊടുത്താലും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും അവര് ജീവിച്ചു പൊക്കോളും. പക്ഷേ ആ കാശ് അവർക്ക് വിതരണം ചെയ്ത് രാജവാഴ്ച സ്വന്തം കുടുംബത്തിൽ മാത്രം നിലനിർത്താനുള്ള തത്രപ്പാടല്ലേ ഇത്? ഞാനാ തരുന്നെന്നും പറഞ്ഞ് ദേവൻ ഈ കാശങ്ങ് കൊണ്ടു കൊടുക്കും. എന്നിട്ട് എന്നേക്കും രാജാവായങ്ങ് വാഴണം. നിങ്ങളെ പോലുള്ള അത്യാഗ്രഹികളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. എന്റെ ദേവൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ആദ്യം ആ കാശിങ്ങെടുക്ക. അങ്ങനെ ചോദിച്ചാൽ തരില്ല എന്തു. ഇവരുടെ കയ്യിൽ നിന്ന് കാശ് എങ്ങനെ വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് ചെയ്താലോ ആ കാശ് തരാൻ പോകുന്നില്ല. വേണമെങ്കിൽ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞോ. മരണം മുക്തിയാണ്. അത്രയ്ക്ക് ഭാഗ്യമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ കാശ് തിരിച്ചു കിട്ടും വരെ നിങ്ങൾ നരകയാതന അനുഭവിക്കും. ഇതിനേക്കാളൊക്കെ ഭേദം മരിക്കുന്നതാണെന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യാനാ? പോലീസ് പിടിച്ചു കൊടുക്കോ? നീ അവര് പിടിച്ച് ജയിലിലടയ്ക്കോ? അങ്ങനെ നിങ്ങളെ ജയിലിലേക്ക് അയച്ച് ഈ കുടുംബത്തിനൊരു പേരുദോഷം ഞാൻ ഉണ്ടാക്കില്ല. പക്ഷേ ഈ വീട് നിങ്ങൾക്ക് ജയിലിനേക്കാളും കഷ്ടമായിരിക്കും. നിങ്ങൾ ഉത്തരം പറയുന്നത് വരെ ഒരു തുള്ളി വെള്ളം പോലും ഇവിടുന്ന് കിട്ടില്ല. വിനയ, വിനയ, വരുന്ന കേട്ടോ.
എന്താ ദേവേട്ടാ? ഇവരെ രണ്ടിനെ മുകളിലെ മുറിയിൽ കൊണ്ട് പൂട്ട്. പോടാ. വിട്, നടക്ക അങ്ങോട്ട്. എന്നെ വിടാൻ. നടക്കാൻ. ദേവ, അങ്ങോട്ട് നടക്ക് ചെറിയമ്മ ഏയ്, ചെല്ല്. എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ? വിടാനല്ലേ പറഞ്ഞേ? നടക്ക. എന്നെ വിടാനല്ലേ പറഞ്ഞേ? എന്നീ കാണിക്കുന്നേ? ചെല്ലങ്ങോട്ട്. ഊർമിളേ, ഊർമിളേ, വാതിലടക്കല്ലേ? കതക് ഊർമിളേ, തുറന്നേ. ഊർമിളേ, വാതിൽ തുറക്ക്. ഊർമിളേ, ഒന്ന് ഊർമിളേ. വാതിൽ തുറക്ക് ഊർമിളേ. സത്യം പറയുന്നത് വരെ അവരതിനകത്ത് കിടക്കട്ടെ. അവർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഇനിയാ ആ ബാത്റൂമിലേക്കുള്ള പൈപ്പും കട്ട് ചെയ്തേക്ക്. ദാ ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഇല്ലാത്തവന്റെ കഞ്ഞിൽ മണ്ണാൻ നോക്കുന്നവർക്ക് ഈ ശിക്ഷ തന്നെയാ ദേവേട്ടാ നല്ലത്. ഇപ്പൊ തന്നെ കട്ട് ചെയ്തേക്കാം. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ അവനെടുത്തു. കമ്പനി അക്കൗണ്ടിൽ നിന്നാണെ കാശ് എടുക്കാനും പറ്റില്ല. എങ്ങനെ നമ്മളിപ്പോ നാട്ടിൽ പോവും? എങ്ങനെ ഉത്സവം നടത്തും? വെറുതെ വല്ലവരുടെയും വായിരിക്കുന്നു കേൾക്കേണ്ടി വരും. എല്ലാം നന്നായി നടക്കുന്നുണ്ടല്ലോ എന്ന് ആശ്വസിച്ചപ്പോഴാ ഇങ്ങനൊരു തടസ്സം ഉണ്ടായത്. ഈ തടസ്സത്തിന് ഞാൻ അമ്മയെ കാരണക്കാരി. പക്ഷെ ദേവേട്ടനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ല. അമ്മ വിഷമിക്കാതിരിക്കെ. അമ്മ ആഗ്രഹിച്ചതുപോലെ ആ കാശ് കർഷകരുടെ അടുത്ത് തന്നെ എത്തിക്കോളും. അതെങ്ങനെയാ മോളെ? ആ, അങ്ങനെ എന്തിനാ ചോദിക്കുന്നേ? അവര് നമ്മൾ അകത്ത് അടച്ചിട്ടില്ലേ? വെള്ളം പോലും കൊടുക്കുന്നുമില്ല. സഹിക്കാതാവുമ്പോ അവര് തന്നെ പറഞ്ഞോളൂ. പ്ലീസ് വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. ഊർമിളേ, പറഞ്ഞു കേട്ടില്ലേ? വാതിൽ തുറക്കാൻ. ഊർമിളേ. ഛെ. അയ്യോ, ഇപ്പോഴാ എന്റെ മനസ്സിന് സമാധാനം കിട്ടിയ. മുറിക്കകത്തിട്ട് വാതിൽ പൂട്ടിയപ്പോ നിനക്ക് സമാധാനായെന്നോ? ഊട്ടിയ അവിടെ കിടക്കട്ടെ. പക്ഷെ അവർക്ക് ഇവിടുന്ന് ഒരിടത്തേക്കും പോവാൻ പറ്റില്ലല്ലോ. അത് മതി എനിക്ക്. ഇവര് കാശുമായിട്ട് ചെല്ലുന്നത് പ്രതീക്ഷിച്ച് ഗ്രാമത്തിലെല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. ഒടുവിൽ ഇവരുടെ കഴിവില്ലായ്മ മനസ്സിലാക്കുമ്പോ തന്നെ താനെ വെറുത്തോളും. മറ്റെവിടെന്നെങ്കിലും കാശ് എടുത്തോണ്ട് പോയാലോ? ഇത്രയും കോടിയുടെ ആസ്തി ഉള്ളവരാ. 5-10 കോടിക്കാണോ പ്രയാസം? എത്ര കോടി ഉണ്ടായിട്ട് എന്ത് കാര്യം അമ്മേ? അതെല്ലാം കമ്പനിയുടെ കാശാ. ഷെയർ ഹോൾഡേഴ്സ് ഒത്തിരി പേരുണ്ട്. അവരാരും അറിയാതെ ഇവരുടെ തോന്നിവസത്തിന് കാശ് എടുക്കാൻ പറ്റില്ല. അവര് തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ ഇത്തവണ ജയിച്ചു. ജയിച്ചത് നിങ്ങളല്ല. എന്റെ ദേവേട്ടനെ നിങ്ങൾ അപകടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ രണ്ടുപേരെയും മുറിയിൽ അടച്ചുകൊണ്ട് ഞാനാണ് ജയിച്ചത്. ആ കാശ് തിരിച്ചു കിട്ടുന്നത് വരെ ദേവേട്ടൻ ആ ഗ്രാമത്തിലേക്ക് പോവില്ല. എന്റെ കുഞ്ഞുവാവ പറഞ്ഞതുപോലെ ആ സ്വപ്നം സ്വപ്നമായി തന്നെ ഇരുന്നോളും. എന്റെ പൂജയ്ക്ക് ബലവും കിട്ടും. അതെല്ലാം അവിടെ നിക്കട്ടടാ. ഈ മുറിന്ന് എപ്പോഴും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുക? സത്യം പറഞ്ഞാലേ അവൻ നമ്മളെ പുറത്തിറക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പറഞ്ഞല്ലേ പറ്റൂ. ആ കാർഷികോത്സവം നടന്നു കഴിയുന്നത് വരെ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാ മതി. പിന്നീട് നമ്മൾ സത്യം പറഞ്ഞാലും അവർക്ക് ആ കാശ് കിട്ടിയാലും ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ അതുവരെ നമ്മൾ ഇതിനകത്ത് എങ്ങനെ കഴിഞ്ഞു കൂടോടാ? കുടിക്കാൻ ഒരിറ്റ് വെള്ളം പോലും തരരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? വെള്ളമൊന്നും വേണ്ടെന്ന് വെച്ചേക്കണം. വേറെ വഴിയില്ല. മഹാഭാരത കഥ കേട്ടിട്ടില്ലേ? എല്ലാവരും അത് കൗരവരുടെയും പാണ്ഡവരുടെയും യുദ്ധം മാത്രമാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ കൗരവരുടെ കൂടെ നിന്ന് അവരുടെ നാശം മാത്രം ആഗ്രഹിച്ച ശകുനിയുടെ കഥയാണെന്ന് വളരെ കുറച്ചു പേർക്കേ അറിയൂ. ആ ശകുനി എങ്ങനെ രക്ഷപ്പെട്ടെന്നറിയാലോ. 16 വർഷം ദിവസവും ഓരോ വറ്റന്നം കഴിച്ച് ജീവൻ നിലനിർത്തിക്കൊണ്ട പക വീട്ടിയത്. അതിന്റെയൊക്കെ മുന്നിൽ നമ്മളൊരു 10 ദിവസമെങ്കിലും പട്ടിണി കിടന്നൂടെ അമ്മേ? 10 ദിവസോ? എന്റെ ജീവൻ പോകൂടാ. പക തീർക്കാനുള്ള നമ്മുടെ വാശി നമ്മുടെ ജീവനെയും പിടിച്ചു നിർത്തും. അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിനോടകം മറ്റെന്തെങ്കിലും വഴി കിട്ടും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ അമ്മ വാ തുറന്നൊന്നും പറഞ്ഞേക്കരുത്. ഹലോ സാർ, ഞാൻ ദേവനാ സംസാരിക്കുന്നേ. ഒന്നുമില്ല, എനിക്ക് കുറച്ച്. ഹലോ,
എന്താ മോനെ പറഞ്ഞത്? ഇതൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ എവിടെ നിന്നുണ്ടാവാൻ എന്തു? നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാവരും. കോടികളുടെ ആസ്തിയൊക്കെ ഉണ്ടെങ്കിലും വേണ്ട സമയത്ത് ഒരു 5 കോടി എടുക്കാൻ പോലും ആരുടെയും കയ്യിലുണ്ടാവില്ല. ഇനിയിപ്പോ എവിടെ പോയി ഒപ്പിക്കുന്ന? നീ ടെൻഷൻ ആവണ്ട ദേവ. കാശില്ലെങ്കിൽ എന്താ, നമുക്ക് അങ്ങോട്ട് പോവാം. കാശ് ഇന്നല്ലെങ്കിൽ നാളെ റെഡിയാക്കി കൊടുക്കാം. നമ്മളെ കാണുമ്പോ എല്ലാവരും മറക്കും. രാജാവ് നൽകുന്ന ധൈര്യമാണ് പ്രജകളുടെ സമാധാനം. ഇതെന്താ, കാശില്ലാന്നാവുമ്പോ ദേവേട്ടൻ പോവില്ലെന്നല്ലേ ഞാൻ കരുതിയത്. ഇപ്പതേ കാശില്ലെങ്കിൽ സാരമില്ല, അങ്ങോട്ടേക്ക് പോവാന്ന് പറയുന്നു. അതല്ല എന്തു, നമ്മള് കാശ് കൊണ്ടുചെല്ലൂന്ന് പറഞ്ഞിരുന്നല്ലേ. അവരതും പ്രതീക്ഷിച്ചല്ലേ ഇരിക്കുക. നമ്മളത് കൊടുക്കാണ്ടിരിക്കില്ലല്ലോ മോനെ. ഇന്ന് തന്നെ അവരുടെ കയ്യിൽ കാശ് കൊടുത്തില്ലെങ്കിലും നമ്മൾ അവിടെ കാണുന്നത് മോനെ അവരുടെ ആശ്വാസം. അത് ശരിയാ ദേവ. കാശ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയാവില്ലേ? അവരത് വിശ്വസിച്ചോളൂ. കൊട്ടാരം വീട്ടുകാര് വാക്ക് തെറ്റിക്കില്ലെന്ന് അവർക്ക് നല്ലോണം അറിയാം. ഇപ്പൊ നമ്മൾ പോവാതിരുന്ന ആ വിശ്വാസം ഇല്ലാതാവുക. അത് ശരിയമ്മേ, വാ നമുക്ക് പോവാം. ആ വൈദേഹി എവിടെ? ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ദേവേട്ടൻ ഇതിൽ നിന്ന് ഞാനൊന്ന് തടയാ? ദേവേട്ടനൊന്നും പറ്റാതിരിക്കണമെങ്കിൽ നാട്ടിലേക്ക് പോവാൻ പാടില്ല. പക്ഷെ ഇവര് ദേവേട്ടനെയും കൊണ്ടേ പോവും. ഈ യാത്ര തടസ്സപ്പെടുത്താൻ എന്താ ഇനി ചെയ്യാ? എന്റെ മഹാദേവ. ദേവേട്ടൻ പോവില്ല. പക്ഷെ അതെനിക്ക് വേണ്ടി മാത്രമായിരിക്കും. ദേവേട്ടൻ ഇവിടുന്ന് പോവാതിരിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ നനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം. എനിക്ക് വല്ല ആപത്തും സംഭവിക്കണം. എന്നാ മാത്രമേ എനിക്ക് വല്ലതും പറ്റൂന്നുള്ള പേടിയില് ദേവേട്ടൻ ഇവിടുന്ന് പോവാതിരിക്കുള്ളൂ. അങ്ങനൊരു പേടി ദേവേട്ടൻ ഉണ്ടാവണം. വൈദേഹി, വൈദേഹി, വൈദേഹി. എന്താ ഉണ്ടായ വൈദേഹി? എന്താ വൈദേഹി? എന്താ വൈദേഹി, ദേവ? എന്താ പറ്റിയത് വൈദേഹി? നിനക്ക്? എന്താ വൈദേഹി, ദേവ? വൈദേഹി, എന്താ ഉണ്ടായി എന്തുപറ്റി വൈദേഹി? പറ്റിയത്? വൈദേഹി? വൈദേഹി, വൈദേഹി, കണ്ണു തുറക്ക് വൈദേഹി. പറ ദേവ, വൈദേഹിക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല അടുത്തി. വൈദേഹി, കണ്ണു തുറക്ക് വൈദേഹി. വൈദേഹി, വിനയ വെള്ളം എടുത്തോണ്ട് വാ. പെട്ടെന്ന് എടുത്തിട്ട് വൈദേഹി, കണ്ണു തുറക്ക് വൈദേഹി. വൈദേഹി, വൈദേഹി, വൈദേഹി. എഴുന്നേക്ക് വൈദേഹി. എന്ത് പറ്റി കണ്ണ് വൈദേഹി? തുറക്ക്. വൈദേഹി, വൈദേഹി, വൈദേഹി. വൈദേഹി, 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 വൈദേഹി. വൈദേഹി, എന്താ പറ്റിയ നിനക്ക്? കാശ് വീട്ടിലെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് തപ്പിയതാ. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് കാല് പെട്ടെന്ന് തെന്നിപ്പോയത്. ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. അതിന്റെ പുറകെ നീ പോയത് എന്തിനാ? ഞങ്ങൾ എല്ലാവരും നോക്കിയതല്ലേ. അത് ഈ വീട്ടിലെങ്ങും ഇല്ല. ഈ സമയത്ത് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ വൈദേഹി? എത്ര പറഞ്ഞാലും കേക്കില്ല. ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഗ്രാമത്തിലേക്ക് പോവാൻ തീരുമാനിച്ചപ്പോ തൊട്ട് തുടങ്ങിയ നിമിത്തങ്ങളാ. കാലത്ത് നോക്കിയപ്പോ കാശ് കാണാതായിരിക്കുന്നു. ഇപ്പൊ പോകാൻ തീരുമാനിച്ചപ്പോ വൈദേഹിയുടെ അവസ്ഥ ഇങ്ങനെ. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? കർഷകർക്ക് നമ്മളോടുള്ള വിശ്വാസം ഇല്ലാതാവോ? അതൊക്കെ പിന്നീട് ആലോചിക്കാം. വൈദേഹി ഈ അവസ്ഥയിൽ ഇവിടെ ആക്കിയിട്ട് നമ്മൾ എങ്ങനെ പോകാനാ? ദേവ, ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. വന്നേ. എഴുന്നേക്ക്, ഹോസ്പിറ്റലിലേക്ക് പോവാം. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. പതുക്കെ. ഒരു മിനിറ്റ് നിക്ക് ദേവേട്ടാ.
എടുത്തി, ഞാൻ കാരണം അവിടെ നടക്കുന്ന ഉത്സവം തടസ്സപ്പെടാൻ പാടില്ല. അവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കായിരിക്കില്ലേ? അജേട്ടാ, അമ്മയും ഇന്ദുമ്മയും എടുത്തിയും വിളിച്ചോണ്ട് അജേട്ടൻ പോയിട്ട് വാ. നീ എന്ത് വിഡ്ഢിത്തമായി പറയുന്ന? നിന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റുമോ? അവരെ വിളിച്ചു പറയാം, കാര്യം പറഞ്ഞാൽ മനസ്സിലായിക്കോളൂ. അവര് മനസ്സിലാക്കുന്നുള്ളതൊക്കെ ശരിയാ, പക്ഷെ അവരുടെ ആശ നിരാശയായി പോവില്ലേ? എന്നെ ദേവേട്ടൻ നോക്കിക്കോളും. ദേവേട്ടന്റെ സ്ഥാനത്ത് അജയേട്ടന് ഊർമിളയെടുത്തും പോയാൽ മതി. അമ്മയും ഇന്ദുമ്മയും എവിടേക്ക് വരുന്നുണ്ടല്ലോ. അവിടെ നടക്കാനുള്ളതൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ നടക്കട്ടെ. ശരിയടുത്തേ, വൈദേഹി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ വൈദേഹിയും കൊണ്ട് പൊയ്ക്കോളാം. ഊർമിളടുത്തി അജയേട്ടനും ഉണ്ടല്ലോ. ഞങ്ങളവിടെ ഇല്ലെങ്കിലും അത് വലിയ കാര്യമൊന്നുമല്ല. ആ, അപ്പൊ നിങ്ങൾ ചെല്ല്. എന്തു പറയുന്നു ഊർമിളടുത്തി? വിനയ, നീ ഇവരോടൊപ്പം അവിടേക്ക് പോണം. വൈദേഹിയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ശരിയാ ചേട്ടാ? എന്നാ ചെല്ല്. വാ വൈദേഹി.